നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ പകൽ വീടെന്ന വീടിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു ദിനമാണ്. ഇന്ന് 1 ഡേറ്റ്. പക്ഷേ ഇന്ന് അവരോട് തന്നെ ചോദിക്കാം, ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ വന്ന് നമുക്ക് പ്രതികരിക്കും. അവരാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഈ പകൽ വീടിൻ്റെ പകൽ വീടിൻ്റെ ഉദ്ദേശം. സ്നേഹക്കോട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു പ്രഥമ സംരംഭമാണ് പകൽ വീട്. നമ്മളുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് വീട്ടിടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധ ജനങ്ങളുണ്ട്. അവർക്കൊരു തെല്ല് ആശ്വാസമെന്ന രൂപത്തിൽ ഇവിടെ വരികയും അവർക്ക് ഈ പകൽ സമയം ഇവിടെ കഴിച്ചു കൂട്ടുകയും അവരുടെ വിരസത അകറ്റുകയും അവർ സന്തോഷപ്രദമായ രൂപത്തിൽ അവരുടെ ഈ സായന്തനം കടത്തിവിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതായത് ഈ പകൽ വീടെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ചില മക്കള് വിദേശത്തുനിന്നോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ എവിടെ നിന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ രക്ഷകർത്താക്കളെ ചിലപ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ രക്ഷകർത്താക്കളെ കൊണ്ട് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ കൂടെ ആവും. ഞങ്ങൾ നമ്മുടെ നമ്പറെല്ലാം ഇവിടെ കൊടുക്കുന്നതായിരിക്കും. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് പകൽ വീട് തുറന്ന്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. അതുകൊണ്ട് ഞങ്ങളൊരു പകൽ വീട് തുടങ്ങാൻ തീരുമാനമായി. അങ്ങനെയാണ് ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങിയതും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കരുനാഗപ്പള്ളി ഒരു വീട് കിട്ടി. അപ്പം അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ പ്രഥമ കാര്യം എന്ന് പറഞ്ഞാൽ പ്രായമായവരെ സംരക്ഷിക്കുക. കൂടി ഒരു കാരണമുണ്ട്. ഈ വാർഡിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം, അതായത് വഴിയരികിൽ കൊണ്ട് കളയാതെ അവരവരുടെ മാതാപിതാക്കളെ സ്വന്തം മക്കൾക്ക് സ്വന്തം ഗൃഹത്തിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നത് പോലെ തന്നെ ഏൽപ്പിച്ചു പോകുവാനുള്ള ഒരു ഗൃഹമായി തന്നെ ഈ പകൽ വീട് ഉയരണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നീട് നമ്മൾക്ക് അസൗകര്യങ്ങൾ, ഇപ്പൊ യാത്ര പോകുമ്പോൾ അച്ഛനമ്മമാരെ കൊണ്ടുപോകാൻ കഴിയാത്ത മക്കൾ, അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം പല അമ്മമാർക്കും ആരോഗ്യമുള്ള സമയങ്ങൾ പോലും ഇന്നത്തെ അമ്മമാരെയും അച്ഛന്മാരെയും കൂടെ കൊണ്ടുപോകാൻ വിസമ്മതിക്കുന്ന മക്കളാണ് ഇന്ന് നമ്മളുടെ കൂടെ നിൽക്കുന്നത്. ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പകൽ വീട് എന്ന സ്ഥാപനം ഇവിടെ വന്നതും പല അച്ഛനമ്മമാർക്കും വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളത് വാസ്തവമാണ്, അല്ലെങ്കിൽ കാലം പുറമെ തെളിയിക്കപ്പെടേണ്ടതുമാണ്. സന്തോഷത്തിന്റെ ഒരു ദിനം, നല്ലൊരു ദിനമാണ്. കരുനാഗപ്പള്ളി സ്നേഹവീടിൽ വന്നെത്തിയ പ്രിയപ്പെട്ടവരാണ് നമുക്ക് ദൃശ്യങ്ങളിൽ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരു സ്നേഹക്കൂട്, ഒരുപാട് സ്നേഹക്കൂടുകൾ നമ്മളെ കേരളത്തിൽ ജനിക്കട്ടെ. വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് എത്തിക്കുന്നത്. നല്ലൊരു സന്ദേശമാണ് സ്നേഹക്കൂട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ. നമുക്ക് എന്തായാലും ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് ഇന്ന് നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും അവർ പങ്കുവെക്കുന്നത്. വീട്ടമ്മമാർക്ക് പകൽ വീടൊരു തണലായി മാറും എന്നുള്ളൊരു കാര്യത്തിൽ സംശയിക്കേണ്ട. ക്യാമറമാൻ വിനു കുമാറിനോടൊപ്പം കെ മീഡിയൻ്റെ കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.